ഹായ് ഗൈസ്, ഈ കാണുന്ന താത്തനെ നമുക്കൊരിത്തിരി ഉപ്പും മുളകും മസാലയൊക്കെ ഇട്ട് നമുക്കൊന്ന് വയറ്റിയെടുക്കാം. സംഭവം എന്താണ് ഏതാണെന്നൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ ആദ്യം ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് ചിലപ്പോൾ ഈ പ്രോമാക്സ് മതയോളികൾ കണ്ടിരുന്നില്ല എന്നുള്ളത് വന്നേക്കാം. അപ്പോൾ ആ ഒരു മതയോളികൾക്ക് വേണ്ടിയിട്ട് ആദ്യമേ ഞാനൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. 1/7/26 ഗുരുവായൂർ അമ്പലത്തേക്ക് പോവുകയാണ്. ഗുരുവായൂർ അവസ്ഥയാണ് ഈ കാണുന്നത്. ഫുൾ വെള്ളത്തിലാണ്. മീനെ കൊച്ചു വളരെ അടിപൊളി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ പുലർച്ചെ മുതൽ ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണം. ശുദ്ധീകരണം നടക്കുന്നതിനാലാണ് നിയന്ത്രണമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ക്ഷേത്രകുളത്തിൽ കാൽ കഴുകി റീൽ ചിത്രീകരിച്ചതിനെ തുടർന്നാണ് ദേവസ്വം. കുറച്ച് നാളുകൾക്ക് മുന്നേ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്രകുളത്തിൽ കാല് കഴുകിയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ശുദ്ധികലശം നടത്തുകയും അശുദ്ധമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളെ ജാസ്മിൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത സമയത്തേക്ക് കുറേ മതയോളികൾ വന്ന് പറയുന്നുണ്ടായിരുന്നു. ഓരോരുത്തരും അതിൻ്റെതായിട്ടുള്ള ആചാരങ്ങളുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു പ്രളയം വന്ന സമയത്തേക്ക് അവിടേക്ക് എത്രയോ ക്രിസ്ത്യാനികൾ, എത്രയോ മുസ്ലിങ്ങളൊക്കെ കാലം നനച്ചിരിക്കുന്ന, അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ കാലം നനച്ചിരിക്കുന്ന വെള്ളമാണ് അങ്ങോട്ടേക്ക് ഒഴുകി എത്തിയിട്ടുള്ളത്. മീന് അങ്ങോട്ടേക്ക് ഒഴുകി എത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴത്തേന് ചത്തം വെള്ളം നടക്കുന്ന മീനുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ എന്തോരം ശുദ്ധികലശം അവർക്ക് അവിടെ നടത്തേണ്ടതായിട്ട് വരും അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അതായത് ഈ മഹാദുരന്തങ്ങൾക്ക്, ഈ പ്രളയം പോലുള്ള മഹാദുരന്തങ്ങൾക്ക് മനുഷ്യന്മാരിൽ ഈ പറഞ്ഞ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ എന്നുള്ള വേർതിരിവുകളൊന്നുമില്ല. എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഈ മഹാദുരന്തത്തിനും മഹാപ്രളയത്തിനും ഒക്കെ തന്നെ മനുഷ്യന്മാരെ ഒരേ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് ഈ ഭൂമി അടക്കി വരിക്കുന്ന മനുഷ്യന്മാർക്ക് ജാതി മത വർണ്ണ വിവേചനങ്ങളൊന്നും ഇല്ലാതെ മനുഷ്യന്മാരെ ഒരേപോലെ കാണാൻ കഴിയുന്നില്ല? ഞാനിത് ഇവിടെ എന്തിനാണ് എടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ വളരെ നല്ലതാണ്. ആൻഡ് എന്തിനാണ് ഈ ഒരു വിശ്വാസങ്ങൾ കാര്യങ്ങൾ എന്നുള്ളത് സ്വയം നമ്മൾ ആദ്യം തിരിച്ചറിയണം അല്ലേ? നമ്മൾ വളരെ സന്തോഷപൂർവ്വം വളരെ സമാധാനത്തോടു കൂടി നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കാനെ കൊണ്ട് നമ്മളൊരു ഒറ്റപ്പെട്ടു പോകുന്നുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒരു അഭയം പ്രാപിക്കാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ പൂർവ്വന്മാർ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ അന്ന് ഉണ്ടാക്കി വെച്ച കാര്യങ്ങളിലൊക്കെ തന്നെയാണെങ്കിൽ എല്ലാ മതത്തിലും ഉണ്ടാക്കി വെക്കുന്ന സമയത്താണെങ്കിൽ അവരുടേതായിട്ടുള്ള നല്ല വശങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള മോശം വശങ്ങളുണ്ട്. എന്തുകൊണ്ട് മനുഷ്യന്മാർ ഇതിനകത്തിലെ നല്ല വശങ്ങൾ മാത്രം എടുക്കാതെ കൂടുതൽ ആളുകളും ഈ മോശവശങ്ങൾ തെരഞ്ഞുപിടിച്ച് അതിൻ്റെ പുറകെ പോകുന്നുള്ളതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. അപ്പം അങ്ങനത്തെ ഒരു വിഷയത്തെക്കുറിച്ചാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇവിടെ അശ്വിന എന്ന് പറയുന്ന ഒരു ലേഡിയുടെ പ്രൊഫൈൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ആൻഡ് പുള്ളിക്കാരിയെ കളിച്ചിരിക്കുന്ന ഒരു ഡാൻസ് ഞാൻ ഇവിടെ കൊടുക്കാം. ഭയങ്കരമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിരിക്കുന്നൊരു വീഡിയോ ആണ് ഇത്. മറ്റേ കല്യാണി സോങ്ങിനാണ്. കല്യാണി കൂന്തല് കണ്ടെൻ്റെ കണ്ണ് ഒന്ന് പോട്ടാക്കി ആ പാട്ടിനാണ് ഡാൻസ് കളിച്ചിരിക്കുന്നത്. പുള്ളിക്കാരിയുടെ ഡാൻസ് മൂവ്സ് ഒക്കെ ഭയങ്കര നൈസാണ്. അത് കണ്ടിട്ട് നമ്മൾ തന്നെ വാവ് എന്ന് തോന്നിപ്പോയിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നിയ അതായത് മനുഷ്യന്മാരായിട്ട് മാത്രം കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നിയ, എന്നാൽ പ്രശ്നം തോന്നിയേക്കുന്ന ചില ആൾക്കാരുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ ഇതിനകത്ത് വന്നിരിക്കുന്ന കുറച്ച് കമൻസ് ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ. ആദ്യം ഒരു ലുട്ടാബീനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഇതുപോലെ തീക്കകത്തിട്ട് ചുട്ട് ഇതാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഹലാൽ ഡാൻസ്. You are not Muslim. Someone's future wife is dancing. If you choose to wear the hijab, respect what it stands for. Hijab is not a fashion statement. Sister, you are Muslim. You are different. Don't do these things. Know your real worth. ഷെയ്ത്താൻ ഈസ് കൺഫ്യൂസ്ഡ്. എന്നിട്ട് ബെൽറ്റൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന സാധനമാണെന്ന് തോന്നുന്നത്. എന്നിട്ട് മറ്റൊരാൾ ഇതിനെ റിയാക്ട് ചെയ്തിട്ടേക്കുന്ന ഒരു വീഡിയോക്കകത്ത് വന്നേക്കുന്ന ഒരു കമൻറ്റ് ആണ്. എന്താണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്? ഹിജാബ് ഇട്ട് ഐറ്റം ഡാൻസ് കളിക്കുന്നത് തെറ്റല്ലേ ബ്രോ? ഇസ്ലാമിൽ ഹറാമായ കാര്യം ചെയ്യാൻ പാടില്ല, പിന്നെ ഇതുപോലെ കാണിച്ചാൽ വിശ്വാസികൾ പറയണ്ടേ? അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഓരോരോ വിശ്വാസങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള കുറേ സംഭവ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിനകത്ത് ആ പെൺകുട്ടി അങ്ങനെ ഹിജാബ് ധരിച്ച് അങ്ങനെ ഒരു ഡാൻസ് പറഞ്ഞുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീണോ? ഈ പ്രളയം ഉണ്ടായത് ആ പെൺകുട്ടി ഇത്തരത്തിൽ ഹിജാബ് ധരിച്ച് ഡാൻസ് കളിച്ചത് കൊണ്ടാണോ? ഇതിനകത്ത് ഈ മേൽപ്പറഞ്ഞേക്കുന്ന ഈ ആൾക്കാരുണ്ടല്ലോ, ഇവര് പോലും യഥാർത്ഥത്തിൽ ഇവര് ഇസ്ലാമുകളാണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ശരിക്കും ഇവർ പോലും യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാതെ പറയേണ്ടതായിട്ട് വരും. അതായത് ഇവരിവിടെ ഒരു മത പോലീസുകാരായിട്ട് മാറുകയാണ്. ഈ സദാചാര ഗുണ്ടകൾ എന്ന് പറയില്ല, അതുപോലെ പോലീസുകാരായിട്ട് മാറുകയാണ് ഇവരിവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ, ഇവളാരാണ്, ഇവളെ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ആകാശം പിടിച്ച് വീഴുമല്ലോ. ആൾക്ക് ഇഷ്ടമുള്ള ഡാൻസ് കളിക്കുന്നു, എത്ര അടിപൊളിയായിട്ടാണ് കളിച്ചിരിക്കുന്നത്, എത്ര മൂവ്സ് ഓരോന്നും എന്ത് അടിപൊളിയാണ് അല്ലേ? അതിനകത്ത് ആൾക്കാർക്ക് നേരെ കണ്ടത് ഹിജാബ് ധരിച്ചാണ് പ്രശ്നം. ഇതേ ആൾക്കാരൻ ആ പെൺകുട്ടി ഹിജാബ് ധരിച്ചില്ലെങ്കിലും വന്ന് പറയും കണ്ടോ അവൾ ഹിജാബ് ധരിക്കാതാണ് വന്ന് അത്തരത്തിൽ ഡാൻസ് കളിച്ചെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അങ്ങനെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. എന്താണെങ്കിലും ഇത് കണ്ടിട്ട് ഈ മുബീസ് പാരഡൈസ് എന്ന് പറയുന്ന പ്രൊഫൈലിൽ നിന്ന് ആ ഒരു ലീഡ് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എന്താണെങ്കിൽ നമുക്ക് ആ ഒരു താത്തയുടെ വീഡിയോ ഒന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും,
ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. ഡാൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ? എന്തിനാണ്? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ട് തിരക്കുള്ള സ്ഥലത്തിലൂടെ 100-120 സ്പീഡിൽ കാർ ഓടിച്ചു പോയാൽ എങ്ങനെയിരിക്കും? ആ കാർ ഓടിക്കുന്ന ആൾക്കും അവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഡേഞ്ചർ അല്ലേ? പിന്നെ ഈ സീറ്റ് ബെൽറ്റ് കൊണ്ട് എന്താണ് പ്രയോജനം? യെസ്, ഹിജാബ് എന്ന് പറയുന്നത് ഒരു സാധാരണ തുണിയല്ല. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ വിശ്വാസം അള്ളാഹ് കൽപ്പിച്ച രീതിയിൽ മാന്യമായും എളിമയോടും കൂടി ധരിക്കുന്ന ഒന്നാണ് ഹിജാബ്. അപ്പൊ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസികൾക്കത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാവാം പലരും വിമർശിച്ചത്. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ഹിജാബിന് അതിൻ്റെതായിട്ടുള്ളൊരു പരിശുദ്ധിയുണ്ട്. ഞാൻ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കാനോ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ല താത്ത, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ പ്രോമാക്സ് മതിയോളി കളിക്കുന്നുണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിൽ റീൽസ് ചെയ്യാനൊക്കെ ഉള്ള അനുവാദം ഉണ്ടോ? അല്ല, നിങ്ങൾ ഹിജാബ് ധരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം കാണുന്ന ആൾക്കാർക്ക് പറയുമല്ലോ, നിങ്ങൾ ആ ഹിജാബ് ഊരി വെച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള പവിത്രത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അത് മാറ്റി വെച്ചിട്ട് റീൽസ് ചെയ്തൂടെ എന്ന് ആൾക്കാർക്ക് ചോദിച്ചൂടെ? നിങ്ങൾക്ക് ചെയ്യാം, ബാക്കിയുള്ള ആൾക്കാർ ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ലേ? ഇവർ സീറ്റ് ബെൽറ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നുണ്ട്. അതായത് സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ട് ഇത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രയോജനം? അതായത് പ്രൊട്ടക്ഷൻ, ആ ഒരു രീതിയിലാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ സൈഡിലോട്ട് പുള്ളിക്കാരിയുടെ തന്നെ വീഡിയോ കൊടുക്കാവേ. പുള്ളിക്കാരി മറ്റേ ബഞ്ചി ജമ്പിങ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് പുള്ളിക്കാരി ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരി മറ്റേത് പറഞ്ഞ ഹിജാബ് ധരിക്കുന്ന ആ ഒരു സേഫ്റ്റി ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. എൻ്റെ പൊന്നി ചേച്ചി, നിങ്ങൾ എന്തിനാണ് ആ ഒരു ഹെൽമെറ്റ് നിങ്ങൾ ധരിക്കുന്നത്? നിങ്ങൾക്ക് ആ ഒരു ഹിജാബ് ധരിച്ച പോലെ കാര്യം ആ ഹെൽമെറ്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഹിജാബിനാണ് എന്നുള്ള നിങ്ങൾ ആ ഒരു രീതിയിലാണല്ലോ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ആ ഹെൽമെറ്റ് നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഹിജാബ് മാത്രം ധരിച്ചു കഴിഞ്ഞാൽ തറയെ പോയിട്ട് തലയിടിച്ച് കഴിഞ്ഞാൽ സീനാവും. അതുകൊണ്ട് ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ധരിച്ചത് അല്ലേ? അപ്പോൾ അത് അറിയുന്നൊരു വ്യക്തിയാണ്. എന്നിട്ടാണ് ഇപ്പുറത്ത് പറയുന്നത്, കണ്ടോ സീറ്റ് ബെൽറ്റ് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ ഇവർ പറയുന്നു ആ പെൺകുട്ടി ഹിജാബ് ധരിച്ചിട്ടാണ് ഡാൻസ് കളിച്ചത്, ഹിജാബ് അത് മാറ്റി വെക്കണം, അതിന്റെ പവിത്ര നഷ്ടപ്പെടുന്നു പറയുമ്പോൾ ഇതേ നിങ്ങൾ തന്നെ ആ പെൺകുട്ടി ഹിജാബ് ധരിക്കാതെ ഡാൻസ് കളിച്ചാലും നിങ്ങൾ വന്ന് പറയത്തില്ലേ അറ്റ്ലീസ്റ്റ് ഹിജാബെങ്കിലും ആ പെൺകുട്ടിക്ക് ധരിക്കായിരുന്നു എന്നുള്ളത് നിങ്ങൾ പറയത്തില്ലേ? ഈ പറഞ്ഞ നിങ്ങളുടെ കുറച്ച് വീഡിയോസ് ഞാനിവിടെ സൈഡിലോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഈ സെയിം സാധനം വെച്ച് നിങ്ങളുടെ കുറച്ച് പഴയ വീഡിയോസ് ഉണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. ഞാൻ പോകുന്നു. ബൈ ബൈ. ആൻഡ് ഇത് മാത്രമല്ല, പുള്ളിക്കാരി എന്താണ് പറഞ്ഞത്? ഹിജാബ് ധരിച്ചുകൊണ്ട്, ഓക്കെ ഇത് പുള്ളിക്കാരി നോർമൽ ചെയ്ത റീൽസോ കാര്യങ്ങളൊക്കെ, പുള്ളിക്കാരി ഡാൻസ് കളിച്ചില്ലല്ലോ. ഹിജാബ് ധരിച്ചുകൊണ്ട് പുള്ളിക്കാരി ഡാൻസ് കളിച്ചില്ലല്ലോ. അപ്പൊ പുള്ളിക്കാരിക്ക് പറയാം. അതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡോട്ട് അടുത്തൊരു വീഡിയോ കൂടെ കൊടുക്കാം. അല്ല, ഇത് നിങ്ങൾ ഹിജാബ് ധരിച്ചിട്ട് ചെയ്യുന്ന ഡാൻസ് തന്നെ അല്ലേ? അല്ല, നിങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല, ബാക്കിയുള്ള ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമല്ലേ? അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു, ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു, കണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു. അല്ല, ഇതൊന്നും പ്രശ്നമില്ലേ? നിങ്ങൾക്ക് റീൽസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇനി അടുത്തൊരു സാധനം താണ്ട് നിങ്ങൾ ഈ പറയുന്ന പ്രോമാക്സ് മതയോളി ആകുമ്പോഴത്തേക്കിന് അന്യ 2 പുരുഷന്മാരുടെ നടുക്ക് നിന്ന് നിങ്ങൾ എന്താണിത് ഗോൾഡൻ വിസ കൊടുക്കുന്ന ഒരു മൊമെന്റ് ആണ്. മാഷാഅല്ലാഹ്, സോ പ്രൗഡ് മൊമെന്റ്. ഗോൾഡൻ വിസ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 അന്യ പുരുഷന്മാരുടെ നടുക്ക് നിങ്ങൾ നിന്നു എന്ന് പറയുമ്പോൾ ഹൈർ, നിങ്ങൾ എന്താ ലിപ്സ്റ്റിക് അല്ലേ നിങ്ങൾ ഇട്ടേക്കുന്നത്? ലിപ്സ്റ്റിക് ഇടാൻ പാടുണ്ടോ? ഈ പെർഫ്യൂം ധരിക്കുന്ന സ്ത്രീകളെ പറ്റിയിട്ട് ഈ പ്രോമാക്സ് മതയോളികൾ പറയുന്നത് എന്താണെന്ന് അറിയുമോ? ലിപ്സ്റ്റിക് ധരിക്കുന്നവരെ പറ്റി, മേക്കപ്പ് ഇടുന്നവരെ പറ്റിയിട്ട് ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? മാത്രമല്ല, അപ്പോഴും പുള്ളിക്കാരി സ്വിമ്മിംഗ് പൂളിൽ ചാടുമ്പോൾ പോലും പുള്ളിക്കാരി ആണെങ്കിൽ ഹിജാബ് ധരിച്ചിട്ടുണ്ട്. അത്രത്തോളം ഉള്ള ഒരു
പുള്ളിക്കാരി ആ രീതിയിൽ കാണുന്നുണ്ട്. ഇനി പുള്ളിക്കാരുടെ പഴയ വേറൊരു പ്രൊമോഷൻ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ പ്ലേ ആവേ. ഈ തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം. എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യണമല്ലോ. എന്നാ പിടിച്ചോ, ഇതെന്താ റാക്കറ്റോ? ഹില്ലിംഗ് റാക്കറ്റ് അപ് ടു 40% റിയോ സ്പോർട്സിൽ ഓഫർ നടക്കുന്നുണ്ട്. വൗ! സ്പോർട്സ് പ്രേമികൾക്ക് ഇതാണ് സന്തോഷ വാർത്ത. സ്പോർട്സ് പ്രേമികൾക്ക് സന്തോഷ വാർത്തയാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ സ്പോർട്സിലോട്ട് ഇറങ്ങാൻ പറ്റുമോ? അതിനുള്ള അനുവാദം ഈ പ്രോമാക്സ് മതയോളികൾ നിങ്ങൾക്ക് തരുന്നുണ്ടോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാ മതങ്ങളിലും അവരുടേതായിട്ടുള്ള നല്ല വശങ്ങളും ഉണ്ട്, മോശം വശങ്ങളും ഉണ്ട്. എന്നാൽ ഈ മതയോളികളായിട്ടുള്ള പ്രോമാക്സ് മതയോളികളായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചില റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ പൊന്നു താത്ത, നിങ്ങൾ ആ പെൺകുട്ടിയെ പറ്റി ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഈ പ്രോമാക്സ് മതം വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇതൊക്കെ ശരിയാണോ താത്ത? നിങ്ങൾക്ക് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പാടില്ല. ഇവിടം കൊണ്ടും തീരുന്നില്ല. ഇനി എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഫണ്ണായിട്ട് ചെയ്തതാണ്. ഇപ്പം അത് കേൾക്കുമ്പോഴത്തേക്കിന് മനസ്സിലാവുന്നുണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വളരെ പതുക്കെ പതുക്കെ ഇരയെ പിടിക്കുന്ന ജീവിയുടെ പേര് ഏതാണ്? ആ ജീവി പറ, നോക്കട്ടെ അറിയോന്ന്. എന്താ ഇങ്ങനെ കാണിക്കുന്നത്? അറിയോ? അറിയില്ല. ഇക്കൊന്നും അറിയില്ല. അയ്യോ, അതിനാണ് പതിയെ ഇരയെ പിടിക്കുകയാണ്. നിങ്ങൾ എന്താണ് ഈ മതം വിറ്റ് റീച്ച് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഇപ്പം മതം വിറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റീച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. ആ മതം വിറ്റ് ഇവർ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം ഇത് തന്നെയാണ് നിങ്ങൾ ഈ ഇര പിടിക്കുന്ന ആ പരിപാടി തന്നെയല്ല നിങ്ങൾ ചെയ്യുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന പ്രകാരം നിങ്ങൾ ഈ പ്രോമാക്സ് മതം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു ജോലി സ്ഥലത്തേക്ക് ജോലിക്ക് പോകാനെ കൊണ്ടുള്ള അനുവാദം ഉണ്ടോ? ഇല്ല. അന്യപുരുഷന്റെ മുഖത്ത് നോക്കാനുള്ള അനുവാദം ഉണ്ടോ? ഇല്ല. അന്യപുരുഷന്റെ ഒപ്പം പുറത്തിറങ്ങി നടക്കാനുള്ള അനുവാദം ഉണ്ടോ? ഇല്ല. പെർഫ്യൂം ധരിക്കാനുള്ള അനുവാദം ഉണ്ടോ? ഇല്ല. ലിപ്സ്റ്റിക് ധരിക്കാനുള്ള അനുവാദം ഉണ്ടോ? ഇല്ല. മേക്കപ്പ് ധരിക്കാനുള്ള അനുവാദം ഉണ്ടോ? ഇല്ല. അങ്ങനെ ഇല്ല എന്ന് പറയാനെ കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ പൊന്നു താത്ത. അതും പറഞ്ഞുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ഇപ്പം ഇത് നിങ്ങൾ മുഴുവനായിട്ട് കാണണം. അവസാനത്തെ വേറെ കുറച്ച് സാധനം കൂടെ ഞാൻ വെക്കുന്നുണ്ട്. എന്താണെങ്കിൽ ഈ താത്ത പറഞ്ഞേക്കുന്ന ആ പെൺകുട്ടി, ആ ഡാൻസ് കളിച്ചിരിക്കുന്ന പെൺകുട്ടി അതിനുശേഷം ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് അതുകൂടെ കാണാം. Guys, I still can't believe this. The same dance who got me trolled, harassed and being mocked, even with my own college community, is now being recognized by Shreya Ghoshal. From being checked to being recognized. What a journey, right? This is for everyone who told me to stop. Just look. ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടി. അല്ല, നിങ്ങൾ ഈ പറയുന്ന പോലെ ഇതുപോലെ ഇത് ഹിജാബ് ധരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് പ്രശ്നമായിട്ട് നടക്കുന്ന ആൾക്കാർ അങ്ങനെ നടക്കത്തേ ഉള്ളൂ. നിങ്ങൾക്കുള്ള മറുപടിയാണ് ആ പെൺകുട്ടിയുടെ അച്ചീവ്മെന്റ് ആണ്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്രയും മുസ്ലിം ആയിട്ടുള്ള ആളുകൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സിനിമയിലൊക്കെ അഭിനയിക്കാനെ കൊണ്ട് ഈ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾക്ക് അനുവാദം ഉണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മമ്മൂക്കയും എത്രയോ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ, ലേഡീസും ഒക്കെ തന്നെ നമ്മുടെ സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ആലോചിച്ച് നോക്കും, ഇത്രയും കഴിവുറ്റ കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ ആണെങ്കിൽ ഈ പ്രോമാക്സ് മതയോളികൾ കാരണം അല്ലെങ്കിൽ അത് പറയുന്ന പ്രകാരം അവർ നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും അതുല്യരായിട്ടുള്ള കലാകാരന്മാരെയും കലാകാരികളെയും നമുക്ക് കിട്ടുമായിരുന്നോ? എന്താണെങ്കിലും താത്തയ്ക്ക് മറുപടിയായിട്ട് ഒരുപാട് പേര് ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റൊരു ലേഡിയുടെ വീഡിയോ കൂടെ നമുക്ക് കാണാം. ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മൾ ഈ സീറ്റ് ഞാൻ എന്താണെങ്കിലും ഈ വീഡിയോ ഫുള്ള് പ്ലേ ചെയ്യുന്നില്ല. അറിവുള്ള എത്താൻ ഒരിക്കലും ഉപദേശിക്കാനല്ല ഞാൻ വന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇങ്ങനെ ആ ഒരു കുട്ടീനെ പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ കിടക്കുന്ന ജീൻസും ടോപ്പും പ്രോപ്പർ ആയ രീതിയിൽ ഹിജാബ് ധരിക്കാത്തതായ ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട്. ആദ്യം തന്നെ അതെല്ലാം പോയിട്ട് നിങ്ങളൊന്ന് ഡിലീറ്റ് ചെയ്യണം. കാരണം ഇതൊന്നും ഇസ്ലാം അനുവദിക്കുന്ന കാര്യങ്ങളേ അല്ല. പിന്നെ ഇതിലൊക്കെ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പെണ്ണ് ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് അല്ലെങ്കിൽ മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നതൊന്നും ഇസ്ലാം എവിടെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതും ഇസ്ലാമികമായിട്ട് നോക്കിയാൽ തെറ്റാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്തിട്ട് നമ്മളൊരാളെ ഇങ്ങനെ വിമർശിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മുമ്പൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ഇങ്ങനെ ഇസ്ലാമികത നോക്കി നടക്കുന്നതാണ്, ഒരു ഫേക്ക് ആയിട്ടല്ല നിങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ താഴെ കിടക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. ജീൻസ് ടോപ്പ് ഒക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് വീഡിയോസ്, പ്രൊമോഷന് വേണ്ടി നടന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് തന്നെ കാണത്തില്ല. നിങ്ങൾ മറന്നതായിരിക്കും കേട്ടോ, അതൊന്ന് ഓർമ്മിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് പോയിട്ട് ഡിലീറ്റ് ചെയ്ത് വന്നിട്ട് ഇത് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, കേൾക്കാനൊക്കെ ഒരു രസമുണ്ട്. അല്ലാണ്ട് മുട്ടുകൈ ഇല്ലാത്തവൻ വന്നിട്ട് കുഞ്ഞുവരെ ഇല്ലാത്തവനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവും? ഇതൊന്ന് പറയണം തോന്നി. ശരിയെന്നാ. ഇതിന് ഇവർ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? കമന്റ് ബോക്സിലേക്ക് ഇവർ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് റീൽസ് ചെയ്യാനെ കൊണ്ടുള്ള ഇതുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ മുഖം കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാമോ, അന്യപുരുഷന്മാർ കാണുന്നില്ല എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം ഉത്തരം മുട്ടിക്കുക. ഇവർ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് തന്നെ ഹറാമാണെന്ന് ഖുറാനിലോ
സ്വഹീഹ് ഹദീസിലോ വ്യക്തമായ തെളിവില്ല. അത് ഉപയോഗിക്കുന്ന രീതിയാണ് പ്രധാനമായത്. മാന്യമായ വസ്ത്രധാരണത്തോടെയും ഇസ്ലാമിക മര്യാദകൾ പാലിച്ചും സ്ത്രീകൾ പൊതുവേദിയിൽ സംസാരിക്കാമെന്ന് അഭിപ്രായപ്പെടുന്ന നിരവധി പണ്ഡിതന്മാരുണ്ട്. അവർ സാധാരണ ഉദ്ധരിക്കുന്ന ഖുർആൻ പ്രവചനം, സൂറത്ത് നൂർ, പിന്നെ അള്ളാഹുവിന് നിരക്കാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ ആദ്യം ഞാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഒരു മുസ്ലിം എന്ന നിലയിൽ നന്മ ഓർമ്മപ്പെടുത്തുന്നതും തെറ്റിൽ നിന്ന് പരസ്പരം ഉപദേശിക്കുന്നതും നമ്മുടെ മതം പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ അത് വിധി എഴുതാനോ ആരെങ്കിലും അപമാനിക്കാനോ അല്ല, മാന്യമായും നല്ല രീതിയിലുമാണ് വേണ്ടത്. അവസാനം എല്ലാവരെയും ശരിയായ വഴിയിലേക്ക് നയിക്കുന്നത് അള്ളാഹു ആണ്. അല്ല, നിങ്ങൾ ഈ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യം പറയുമ്പോഴത്തേക്കിന് ഈ പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടേക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പം ഈ അള്ളാഹു എന്നുള്ളത് മാത്രമല്ല, ഏതൊരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും ഞാൻ പറയുകയാണ്, ഈ പറയുന്ന ദൈവം എന്തൊരു സൈക്കോ ആണ് അല്ലേ. എത്രയോ ജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. ആ സമയത്തൊക്കെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത എന്തൊരു സൈക്കോ ആണ് ഈ ദൈവം. എനിക്ക് ദൈവത്തിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാൻ കുറേ ചോദ്യങ്ങളുണ്ട്. ഇനി മറ്റൊരാളെ റിയാക്ട് ചെയ്തിട്ട് വീഡിയോക്കകത്ത് പുള്ളിക്കാരി അടുത്ത കമന്റ് ഇട്ടുണ്ട്, ഒരു വ്യക്തിയെ ലക്ഷ്യമിട്ട് സംസാരിച്ചതല്ല, പബ്ലിക്കായി പോസ്റ്റ് ചെയ്ത ഒരു ഡാൻസ് വീഡിയോയ്ക്ക് മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേർ പിന്തുണ നൽകുകയും അതൊരു ട്രെൻഡായി മാറുകയും കാണുകയും ചെയ്തപ്പോഴാണ് അതിനെക്കുറിച്ച് പൊതുവായി പ്രതികരിച്ചത്. അതായത് മുസ്ലിമായിട്ടുള്ള ആളുകൾ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ താത്തക്ക് അങ്ങ് പൊളിഞ്ഞ്. അതായത് നിങ്ങളുടെ അല്ലെങ്കിൽ എല്ലാ മതവിഭാഗത്തിൽ തന്നെ മനുഷ്യന്മാരെ മനുഷ്യരായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആളുകൾ ആ ഒരു പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്തു അല്ലേ. ആ പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്ത് ട്രെൻഡായിട്ട് മാറുന്നത് താത്തയ്ക്ക് പിടിച്ചില്ല. എന്ത് താത്തേനെ എല്ലാവരും സപ്പോർട്ട്, ഓക്കെ താത്ത സൂപ്പറാണ്, താത്ത കിടിലാണ്, താത്ത നിങ്ങൾ അതുപോലെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഡാൻസ് കളിച്ചിടുക, അപ്പോൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ഈ മതം പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ നല്ല വർത്താനം പറയും. പിന്നെ അതുകൊണ്ട് പോരാ, അക്കൗണ്ടോ മുഖമോ കാണിക്കാതെ വിഷയത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചത് സ്വീകരിക്കാനോ വേണ്ടോ എന്നത് ഓരോരുത്തരുടെയും തീരുമാനമാണ്. റീച്ചിന് വേണ്ടിയാണ് ഞാൻ ഇസ്ലാമികിനെ കുറിച്ച് സംസാരിച്ചെന്ന് വിധിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. എൻ്റെ നീയത്ത് ഉദ്ദേശം എന്താണെന്ന് അറിയുക അല്ലാഹുവിന് മാത്രമാണ്. സഹോദരി, മറ്റുള്ളവരുടെ നീയത്ത് വിധിക്കുന്നതിനേക്കാൾ നമ്മളെല്ലാവരും ആദ്യം സ്വയം നന്നാകാൻ ശ്രമിക്കണം. അല്ലാഹു നമ്മെ എല്ലാവരെയും നിർവഴിയിലാകട്ടെ. അത് തന്നെയാണ് താത്ത എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് നിങ്ങൾ തന്നെ നന്നാവ്. നാട്ടുകാരെ നന്നാക്കാൻ നിങ്ങൾ ഇറങ്ങണ്ട. ഓക്കെ, നിങ്ങളുടെ ഒരേ ആവശ്യം ഇവിടെ ആർക്കും ഇല്ല. നിങ്ങളുടെ നല്ല പേര് കിട്ടിയിട്ട് ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് അവരൊരു താങ്ക് യു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമുക്ക് അതോടെ കാണാം. താങ്ക് യു സോ മച്ച്. ഹിജാബിനെ പറ്റി വീഡിയോ ചെയ്തപ്പം ഒരുപാട് സപ്പോർട്ട് കിട്ടി, മാഷാ അല്ലാ. അതേപോലെ കുറച്ച് ട്രോളുകളും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഞാൻ കണ്ടു. അവർക്കും ഒരുപാട് താങ്ക്സ്. കാരണം ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിച്ചു. പിന്നെ അതിൽ കുറച്ച് ആളുകൾ എൻ്റെ പഴയ വീഡിയോസ്, ഒരു 3-4 വർഷം മുൻപുള്ള കൊളാബറേഷൻസ്, ഹസ്ബൻഡുമായിട്ടുള്ള വ്ളോഗ് വീഡിയോസ് ഒക്കെ ഇപ്പം പുതുതായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? ഒരു റീലൊക്കെയാണ് ഇടണ്ടേ, ഇടുമ്പം 3-4 റീൽസൊക്കെ പോസ്റ്റ് ചെയ്യണ്ടേ? എന്താണ് കഷ്ടമുണ്ട്. കാരണം ഈ റീൽസ് കാണുമ്പം സത്യം പറയാലോ, എനിക്ക് ഓർമ്മപ്പെടുത്തലുകളാണ്. ഞാൻ എങ്ങനെയായിരുന്നു 1 കൊല്ലം മുൻപ് വരെ, ഇപ്പോൾ എങ്ങനെയാണ്. മാഷാ അല്ലാ, സത്യം പറയാലോ എനിക്കെന്നോട് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുകയാണ്. മാഷാ അല്ലാ. കാരണം താത്ത ഇങ്ങനൊരു സാധനം ഇട്ടപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കുത്തിപ്പൊക്കിയിട്ട് ഇവരുടെ പഴയ വീഡിയോസ് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ലാസ്റ്റ് കയ്യിൽ കളിയുമ്പോഴത്തേക്കും കണ്ടോ, എൻ്റെ പഴയ വീഡിയോസ് കണ്ടപ്പോഴാണ് ഞാൻ എന്തോരം മാറി എന്നുള്ള മനസ്സിലായത്. ഇത് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുണ്ട്, ഈ പ്രായമായി എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പം ഈ ഒരു താത്ത. ഒരാളുടെ ഏജ് വെച്ചിട്ടല്ല, മെന്റലി ഒരാൾക്ക് ഏജ് ആവുമല്ലോ. ഞാൻ ആ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് മെന്റലി ഭയങ്കര ഏജ് ആയിട്ടുണ്ട് താത്ത, സീരിയസ്ലി. കാരണം വെച്ചാൽ ആയ കാലത്ത് കണ്ട ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നടന്നു, ആരെന്ത് പറഞ്ഞ ഒരു പ്രശ്നമില്ല, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നു. എന്നിട്ട് ഒരു ഇത്തിരി പ്രായമായി, അതായത് മനസ്സിന് പ്രായമാവുന്ന സമയത്തേക്ക് ബാക്കിയുള്ള ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കിന് താത്തയ്ക്ക് അങ്ങ് പൊളിയും. താത്തയെ പോലുള്ള ആൾക്കാർക്ക് ആയ കാലത്ത് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നിട്ട് കുറച്ച് പ്രായമായപ്പോഴത്തേക്കിന് ബാക്കിയുള്ള പിള്ളേർ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കിന് അങ്ങ് ചൊറിച്ചില്ല. ഈ ചൊറിച്ചില് മരുന്ന് വേറെയാണ് താത്ത. മരിക്കും മുൻപ് എനിക്ക് ഹിദായത്ത് കിട്ടി എന്നുള്ളതാണ്. ഇനി ഇതിൽ നിന്നും കൂടുതൽ മെച്ചപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോ വാക്കുകളും കുത്തുവാക്കുകളാണെങ്കിൽ പോലും അതെനിക്കൊരു പ്രചോദനം തന്നെയാണ്. പിന്നെ എൻ്റെ ഈ പഴയ വീഡിയോയും പുതിയ വീഡിയോ ഇപ്പോഴത്തെ ഞാനും കണ്ടിട്ട് ഒരാളെങ്കിലും മാറുകയാണെങ്കിൽ അൽഹംദുലില്ലാ, എനിക്കത് മാത്രം മതി എന്ന് കരുതി എല്ലാവരോടും പോയിട്ട് ഞാൻ ഹിജാബ് ധരിക്കാനൊന്നും പറയില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതെ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഇതുപോലെ ഹിജാബ് ധരിക്കാൻ പാടില്ല, ഞങ്ങൾ പറയുന്ന പോലെ ജീവിക്കാൻ പാടില്ല, ഇങ്ങനത്തെ വസ്ത്രം ധരിക്കാനുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, അതിനുള്ള റൈറ്റ് ഒരാൾക്കും ഇല്ല. അത് ഓരോരുത്തരുടെ ചോയ്സാണ് അല്ലേ. പിന്നെ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പം ഓക്കെ, നിങ്ങൾ പറയുന്നത് ഹിജാബ് ആ പെൺകുട്ടി ധരിക്കണം, അപ്പം ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി അത് മാറ്റണം. ഇപ്പോൾ ഹിജാബ് ധരിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയും ഹിജാബ് ധരിച്ചുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആ കുട്ടിക്ക് അത് ചെയ്യാമായിരുന്നുള്ള. ശരി, നിങ്ങൾ പറയുന്ന പോലെ ജീവിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചിലവിന് കൊണ്ട് കൊടുക്കുമോ? അല്ല, കൊടുക്കുമോ? അതറിയാത്ത നിങ്ങൾ കുറേ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പറയുന്നത് പ്രകാരമുള്ള തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ.
ഇപ്പം ഞാനല്ല പറയുന്നത്, നിങ്ങൾ പറഞ്ഞ പ്രകാരമുള്ള തെറ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം നിങ്ങളത് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം അതിനകത്തുനിന്ന് കിട്ടിയ പൈസയെ നിങ്ങളിപ്പം ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിങ്ങൾ ചിലവിന് കൊണ്ട് കൊടുക്കുക. അപ്പം ആ പെൺകുട്ടി നിങ്ങൾ പറയുന്ന പോലെ ജീവിക്കാം. എന്താ പറ്റുമോ അത്? പിന്നെ സമൂഹത്തിൽ എന്തെങ്കിലും തെറ്റായ കാര്യം കാണുമ്പോൾ മാന്യമായ രീതിയിൽ അത് പറയുക എന്നൊരു കടമയുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, സമൂഹത്തിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യം കണ്ടെന്നുള്ളത്, ആ പെൺകുട്ടി ഹിജാബ് ധരിച്ച് ഡാൻസ് ചെയ്തു, ആ പെൺകുട്ടിയുടെ കഴിവ് കണ്ടിട്ടാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്തത്. അല്ലാതെ ഹിജാബ് ധരിച്ചോ ആ പെൺകുട്ടി മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്നൊന്നും നോക്കിയിട്ടല്ല, വെറും മനുഷ്യനായിട്ട് കണ്ടിട്ടാണ് ആൾക്കാരെ പെൺകുട്ടിയുടെ കഴിവ് കണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്തത്. അല്ലേ? അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടിയുടെ കഴിവ് കണ്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തു, അതിനനുസരിച്ചുള്ള റെക്കഗ്നീഷൻ ആ പെൺകുട്ടിക്ക് കിട്ടുന്നു. ആ രീതിയിൽപ്പെട്ടു. ഇതിനകത്ത് എന്താണ് തെറ്റ്? ശരിക്കും ഇവിടെ സമൂഹത്തിൽ ഒരു തെറ്റ് നിങ്ങളാണ്. താത്ത, നിങ്ങൾ മനസ്സിലാക്കണ്ടേ, നിങ്ങളൊരു വലിയ തെറ്റാണ്. സീരിയസ്ലി, മതം പ്രോമാക്സ് തലയിൽ കൊണ്ടു നടക്കുന്ന നിങ്ങൾ വലിയൊരു തെറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മതം ആചരിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ജയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് മറ്റൊരാളോട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അത് വലിയൊരു തെറ്റാണ് താത്ത. ഞാൻ ചെയ്തിട്ടുള്ളൂ, ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ നിങ്ങൾ ഹിജാബ് ധരിച്ചാലും ഇല്ലെങ്കിലും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറിയിട്ട് സംസാരിക്കാൻ പോകുന്നത്? നിങ്ങൾ കുടുംബം ഖബറിലേക്ക് എൻ്റെ കൂടെ നിങ്ങൾ ആരും വരുന്നില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാർ ഹിജാബ് ധരിച്ചാൽ അവർക്കുണ്ടാകുന്ന ഗുണത്തെപ്പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. ഓക്കെ, ആരും നിർബന്ധിക്കത്തില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ മാന്യമായി പറയും. നിങ്ങൾക്ക് വിമർശിക്കാം, മാന്യമായിട്ട് വിമർശിക്കാം. നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉൾക്കൊള്ളും. ഓക്കെ, എനിക്ക് അതാ താത്ത മനസ്സിലാവാത്തേ. താത്ത, നിങ്ങൾ മുഖം കാണിച്ചുകൊണ്ട് അന്യപുരുഷന്മാരെ നിങ്ങളുടെ മുഖം കാണുകയല്ലേ? നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നില്ലേ? അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നു, ബാക്കിയുള്ളവർക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചൂടെ? അതായത് താത്ത ഇന്നലകളിൽ ഇപ്പൊ ഈ താത്തയുടെ ഒരു സ്കീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താത്ത ഇന്നലകളിൽ ചെയ്തിരിക്കുന്ന ചില തെറ്റുകളുണ്ട്. ഇന്ന് ഈ താത്ത പറയുന്ന പ്രകാരമുള്ള പ്രോമാക്സ് മതം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താത്ത പിന്നെ ഇപ്പോഴും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലകളിൽ ചെയ്ത തെറ്റ് ഇന്നിപ്പോൾ തിരുത്തിയിട്ടുണ്ട്. അതേ തെറ്റ് ഇന്ന് ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റല്ലേ. അപ്പോൾ താത്ത, നിങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ടല്ലോ തെറ്റ്, അത് ഞാൻ നാളുകളിൽ മാറ്റും. കാര്യം ഇന്നലകളിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു എനിക്ക് വന്നിരിക്കുന്ന മാറ്റം പറഞ്ഞിട്ട് എൻ്റെ താത്ത നിങ്ങൾക്ക് എന്ത് വയ്യേ. ഇനി അടുത്തൊരു വീഡിയോ ഉണ്ട് വേറെ. റബ്ബ് കൽപ്പിക്കുന്ന രീതിയിൽ ജീവിച്ചാലുണ്ടല്ലോ, അള്ളാഹ്ക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണെങ്കിലുണ്ടല്ലോ, ഒന്നല്ല 100 ഇരട്ടി അനുഗ്രഹങ്ങൾ അള്ളാഹ് നമുക്ക് തരും. അത് ഷുവറാണ്, ഞാൻ അനുഭവസ്ഥയാണ്. അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കുക എന്നുള്ളതല്ല, ഈ പ്രോമാക്സ് മതയോളികൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന അള്ളാഹു എന്ന് പറയുന്ന ഓരോരുത്തരും ഓരോ ദൈവങ്ങൾ അവരുടേതായിട്ടുള്ള രൂപങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം അവരുടേതായിട്ടുള്ള ദൈവങ്ങളിലൊക്കെ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ, എടി ഈ പറയുന്ന ഇങ്ങനെ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്തൊരു സൈക്കോ ആണ്. കാര്യം പിഞ്ചു കുഞ്ഞുങ്ങളെ കുറെ അവന്മാരാണെങ്കിൽ പീഡിപ്പിച്ചില്ലാണ്ടാക്കുന്ന സമയത്ത് പോലും ദൈവം കണ്ണടച്ചിരിക്കുകയാണ്, അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവം എന്തോന്ന് ഇത് കണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് എത്രയോ പാവങ്ങൾക്ക് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഓരോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ട് അപ്പം ഈ ദൈവമാണെങ്കിൽ കൈയും കെട്ടി ചുമ്മാ നോക്കിയിരിക്കുന്നത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന്. അതെന്ത് സൈക്കോ ഉണ്ട് ദൈവത്തെ ഞാൻ നേരിട്ട് കാണുന്നത്. എനിക്ക് കുറേ കാര്യങ്ങൾ ആ ദൈവത്തിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുണ്ട്. പിന്നെ ഇവർ പറഞ്ഞല്ലോ, അതായത് ഇവരുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ പ്രോമാക്സ് മതയോളികൾക്ക് വേണ്ടിയിട്ട് അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളൊരു സംഭവം പറഞ്ഞല്ലോ. താത്ത, അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും താലിബാൻ്റെ അണ്ടറിലുള്ള അഫ്ഗാനിസ്ഥാനിൽ. ഈ പറഞ്ഞ നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ ഈ പ്രോമാക്സ് മതയോളികൾ വന്നിട്ട് നിങ്ങൾ ഇത് പാടില്ല അത് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് കൂടുതൽ വരുമാനം വരുന്നതിൽ പ്രൊമോഷൻ ഒക്കെ കിട്ടുന്ന മൊബൈൽ ഫോണൊക്കെ വെച്ചിട്ടല്ലേ, റീൽസ് ഒക്കെ ചെയ്തിട്ടല്ലേ. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് നിങ്ങളുടെ ഇഷ്ടം വേണ്ടെന്ന് വെച്ചിട്ട് പട്ടിണി കിടക്കുമോ നിങ്ങൾ? ഇപ്പം താലിബാനിൽ നിന്നുള്ള താലിബാൻ്റെ അണ്ടറിലുള്ള അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു ലേഡിയുടെ ഈ പറഞ്ഞ പ്രോമാക്സ് ഈ പറയുന്ന മതയോളികളായിട്ടുള്ള ആളുകൾ പ്രകാരം അവരുടെ ഇഷ്ടങ്ങൾ ത്യാഗം സഹിച്ച് അവിടെ ജീവിക്കേണ്ടി വന്നിരിക്കുന്ന പല പെൺകുട്ടികൾ, അതിലൊരു ലേഡിയുടെ വീഡിയോ ഇങ്ങോട്ട് വെക്കാം. The world is so beautiful, right? You see this beauty, it's filled with life, color and movement, but Afghan girls are not allowed to see it as you do. They force them to look at the world through this veil, this filter and barrier. The tea people want to decide what they see and how they see it. But the beauty of the world belongs to everyone. My side is mine, my perspective is mine. You know, the tea people fear what they cannot control. And nothing terrifies them more than a woman who chooses to look, to see and to exist on her own terms. നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? മുഖം പോലും പുറത്ത് കാണിക്കാൻ പറ്റാതെ. ഇതിൻ്റെ പ്രോമാക്സ് വെർഷൻസ് ഒക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ആ പെൺകുട്ടി ആ ഉള്ളിൽ നിന്ന് ഹിജാബിനകത്തു നിന്നുള്ള ആ ഇട്ടേക്കുന്ന ഇതിനകത്തു നിന്നുള്ള വീഡിയോ ആണ് കാണിച്ചേക്കുന്നത്. ആ രീതിയിലാണ് അവർ ഈ ലോകം കാണുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലോകമാണ്. അവർക്ക് അതുപോലും റെസ്ട്രിക്ട് ചെയ്ത് വെച്ചേക്കാണ് പ്രോമാക്സ് മതയോളികൾ.
ഇതിൻ്റെ നല്ല വശങ്ങൾ എടുക്കൂ. മനുഷ്യന്മാരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യങ്ങൾ കൊടുത്ത് ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെയല്ലേ വേണ്ടുന്നത്. ഇനി അടുത്തൊരു വീഡിയോ കൂടെ കാണിക്കുക. Everything you're about to see in this video is illegal. Visiting parks is illegal. Playing sports is illegal. Raising your voice is illegal. Listening to music is also illegal. Studying is illegal. Driving is illegal. Just for women. But you know what's legal? Domestic violence is totally legal. As long as no bones are broken. This is the reality of being a woman in Afghanistan. അപ്പോൾ താത്ത, ഇത് പ്രകാരം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വലിയ തെറ്റുകളല്ലേ താത്ത? എന്നിട്ട് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും, അതായത് 8-9 വയസ്സും മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ അമ്മമാരുണ്ട്. നിങ്ങൾ അതിനെ ഈ പ്രോമാക്സും അതുപോലെ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് അത്തരത്തിൽ ഇപ്പം കുഞ്ഞുങ്ങളെ, ഇപ്പോൾ പെൺകുട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഓക്കെ നമ്മളുടെ ഇഷ്ടങ്ങൾ അതിനു വേണ്ടി മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? അങ്ങനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ മതത്തിലും ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. സീരിയസ്ലി ഗൈസ്, നിങ്ങൾക്കറിയാലോ ഞാൻ അങ്ങനെ വിശ്വാസങ്ങൾ, ഒരു ഫ്രീ തിങ്കർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഏത്തിസ്റ്റോ അല്ല, വിശ്വാസിയല്ല, ഫ്രീ തിങ്കർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മളിതിൻ്റെ 2 കൂട്ടത്തിൽ പെടുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഈ 3 മതങ്ങളിൽ, ഇപ്പം ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും ഹിന്ദു മതത്തിലാണെങ്കിലും മുസ്ലിംസിലാണെങ്കിലും ഒക്കെ തന്നെയാണെങ്കിൽ ഈ മതങ്ങളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ല വശങ്ങളുണ്ട്. എന്നാൽ ശുദ്ധ പോക്രിത്തരെന്ന് പറയാൻ പറ്റുന്ന കുറേ വശങ്ങളും ഉണ്ട് എല്ലാ മതത്തിലും തന്നെ. ഓക്കെ, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള, നമുക്ക് കേൾക്കുമ്പോഴത്തേക്കിന് 2026 ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ആൾക്കാർ എന്ത് തന്നെ ചിന്തിച്ചു പോകുന്ന കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ പൊന്നു താത്ത, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്വയം നന്നാവുക, എന്നിട്ട് തന്നെ നന്നാവുക, എന്നിട്ട് അങ്ങനെ തന്നെ ഇരിക്കുക. വേറൊരാളുടെ കാര്യത്തിൽ പോയി നിങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട. അത്രയും എനിക്ക് പറയാനുള്ളൂ. എന്നാണെങ്കിൽ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.